വെൽക്കം ബാക്ക് ടു ജാസി എമ്മി കുക്കിംഗ്. നല്ല സോഫ്റ്റ് കൊഴുക്കട്ടേൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പെർഫെക്റ്റ് ആയിട്ട് കൊഴുക്കട്ട എങ്ങനെ റെഡിയാക്കി എടുക്കാനും കൈ പൊള്ളാതെ കൊഴുക്കട്ട എങ്ങനെ കുഴച്ചെടുക്കാനും ഒട്ടും തന്നെ ഹാർഡ് ആവാതെ അതുപോലെ തന്നെ വിള്ളലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി റെഡിയാക്കി എടുക്കാനായിട്ടുള്ള ടിപ്സൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിലേക്കായിട്ട് നമ്മളിവിടെ 1.25 കപ്പ് ശർക്കര എടുത്തിട്ടുള്ളത്. ശർക്കര ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 250 ml കപ്പാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് വെള്ളം കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഉരുക്കിയെടുക്കുന്ന സമയത്ത് ഇതിലുള്ള കട്ടകളൊക്കെ ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ പതിഞ്ഞ് പൊങ്ങി വരുന്ന സമയത്ത് ആ ഒരു പതയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ശർക്കര പാനി നമ്മൾ അരിച്ചിട്ടാണ് എടുക്കുന്നത്. അതിലുള്ള അഴുക്കൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചൂടോടെ തന്നെ ഇതുപോലെ അരിച്ചെടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു സ്റ്റീലിൻ്റെ അരിപ്പയിലേക്ക് തന്നെ ഇത് അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ടും ആ ഒരു ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുത്തിട്ടുള്ള ശർക്കരപ്പാനി നമ്മൾ ആ ഒരു സെയിം പാൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അധികം വെള്ളം ചേർക്കാതെ ശർക്കരപ്പാനി ഉരുക്കിയെടുത്തുകൊണ്ട് തന്നെ ശർക്കരപ്പാനി ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിടാം. ഒരു 5 മിനിറ്റെങ്കിലും ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തേങ്ങയിൽ നിന്നുള്ള ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇതൊന്ന് വാട്ടറി ആയിട്ട് തോന്നാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള അവലൊന്ന് കുതിർത്തി വെക്കണം. നമ്മളിവിടെ 3 ടേബിൾ സ്പൂൺ അവലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ തേങ്ങയുടെയും ഈ ഒരു ശർക്കര പാനിയുടെയും മിക്സിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ബബിൾസ് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിടാം. ഇനി നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ 3 ടേബിൾ സ്പൂൺ അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. അവൽ ചേർത്ത് കൊടുത്തതിന് ശേഷം അതും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ആ ശർക്കര പാനിയിൽ അവലൊക്കെ നന്നായിട്ടൊന്ന് കുതിർത്ത് വരട്ടെ. 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10-15 പീസോളം ഏലക്ക ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടാം. ഏലക്കയുടെയും ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവർ വരുമ്പോൾ തന്നെ നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് മതിയാവും, ഒരുപാട് ഡ്രൈ ആയി പോവേണ്ടതില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വറുത്ത അരിപ്പൊടി എടുത്ത് വെക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന വറുത്ത അരിപ്പൊടിയാണ്. 2.5 കപ്പ് അരിപ്പൊടിയാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി 1 കപ്പ് അരിപ്പൊടിക്ക് 1.25 കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് നമുക്ക് വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ 3 കപ്പും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതുപോലെ നെയ്യ് ചേർത്തിട്ട് നമ്മൾ പൊടി കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമ്മൾ പൊടിയിലേക്ക് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ പൊടിയിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കുമ്പോൾ ഇത് കൂടുതൽ സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട്. ഇനി നമ്മൾ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഇങ്ങനെ ഇളക്കിയിടുന്ന സമയത്ത് പൊടിയിൽ ഒട്ടും തന്നെ പച്ച അരിപ്പൊടിയുടെ കട്ടകളില്ലാതെ നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടതായിട്ട്, അതായത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെല്ലാം തന്നെ പൊടിയിൽ എല്ലായിടത്തും ഒരുപോലെ തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് പച്ച പൊടിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വെള്ളം അളന്ന് വെച്ചുകൊണ്ട് തന്നെ ആ വെള്ളം ഫുള്ളായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് മൂടി വെക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് തുറന്നു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിടാം. ഇപ്പോഴും ഇതിൻ്റെ ചൂടൊന്നും ആറിയിട്ടില്ല. അപ്പോൾ നമ്മൾ കൈ പൊള്ളാതെ ഇത് ഒന്ന് കുഴച്ചെടുക്കുന്നതിനായിട്ട് ഞാനൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ മിക്സി ജാറിൻ്റെ സ്പീഡ് 1, 2, 3 എന്ന് തന്നെ ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. ആ എല്ലാ സ്പീഡും പെട്ടെന്ന് തന്നെ ഒറ്റ കറക്കിൽ തന്നെ ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആ ഒരു പൊടിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈ പൊള്ളാതെ തന്നെ പൊടിയൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് ഒന്ന് കറക്കിയെടുത്ത് എല്ലാ പൊടിയും ഞാനിന്നിവിടെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ പൊടി നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ഇതുപോലെ യോജിച്ച് എടുത്തതിന് ശേഷം നമ്മൾ കുഴയ്ക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ കൊഴുക്കട്ട റെഡിയാക്കാനായിട്ട്. അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാനും പറ്റും. ഇനി ഇത് കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ തടവിന് ശേഷം നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വരുന്നവരെയാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് കൊഴുക്കട്ട റെഡിയാക്കാനായിട്ട് നമ്മുടെ മാവ് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് അതിൽ ഒരു നനഞ്ഞ തുണി ഇതുപോലെ
ഇതുപോലെ ഒന്ന് മൂടിയിട്ടതിന് ശേഷം നമുക്കിത് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. ഇല്ലെങ്കിൽ മാവ് ചിലപ്പോൾ ഡ്രൈ ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ അത് ഹാർഡായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ഒരു ഉണ്ട എടുത്ത് ഇതുപോലെ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സെൻറ്ററിലൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ആ ശർക്കരയും തേങ്ങയുടെയും ഒക്കെ മിക്സ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് തന്നെ നമ്മളത് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു ഫില്ലിങ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് തന്നെ കഴിക്കാനായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ അത് വെച്ച് കൊടുക്കുക. ഇതുപോലെ സോഫ്റ്റായിട്ട് തന്നെ നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ ബോളാക്കിയിട്ട് എടുക്കുക. ഇങ്ങനെ ബോളാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് അൺഈവനായിട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തടവിയിട്ട് നമ്മളിത് റെഡിയാക്കി എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും അടുത്തന്നെ എടുത്ത് വെക്കുക. എന്നിട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് തടവിയതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ ഓരോ ബോൾസായിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുക. സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് കുഴിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ശർക്കരയുടെയും ആ തേങ്ങയുടെയും മിക്സ് വെച്ചെടുത്ത് ഒന്ന് പ്രസ് ചെയ്തിട്ട് ശേഷം ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് അടച്ചെടുത്ത് ശേഷം നമ്മൾ ഒരു ബോളായിട്ട് എടുക്കാം. സ്റ്റീം ചെയ്ത് കുക്ക് ചെയ്ത് എടുക്കാനുള്ള പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് തടവിയതിന് ശേഷം നമുക്ക് ആദ്യത്തെ ഒരു ബാച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ 6 എണ്ണമാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് ആദ്യം തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് ബാക്കിയുള്ള മാവ് മൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ല എല്ലാം ഒരേ സമയത്ത് തന്നെ നമ്മൾ ഷേപ്പ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഒരു നനഞ്ഞ തുണിയിട്ട് അതൊന്ന് മൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അത് ഹാർഡായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഇത് വെള്ളത്തിലേക്ക് 2 ഏലക്കയും ഒരു നുള്ള ജീരകവും ചേർത്ത് കൊടുത്തതിന് ശേഷം ആവി വന്നതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്ത് ഒരു 15 to 20 മിനിറ്റ്സാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആവി വന്നതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം 15 to 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി തനി നാടൻ ടേസ്റ്റ് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വാഴയിലയിൽ ഇതൊന്ന് ആവി കയറ്റി എടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കുറച്ച് പീസുകൾ ഇതുപോലെ ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2.5 കപ്പ് പൊടിയിൽ നിന്ന് നമുക്ക് 12 പീസോളം കൊഴുക്കട്ടയാണ് റെഡിയാക്കി എടുക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഓൾ എന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കല്ലേ. ഇതുപോലെ എമ്മി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.